ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നാണ് സെപ്റ്റംബർ 21. ഇന്ന് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത് OP36ന്റെ അപ്ഡേഷനാണ്. പുതിയ അപ്ഡേഷൻ OP36ന്റെ പുതിയ മാസമായിട്ടുള്ള അപ്ഡേറ്റ്. ഈ ഒരു അപ്ഡേറ്റ് കാരണം നമുക്ക് ഇന്ന് ഗെയിം കളിക്കാൻ അധികം നേരമൊന്നും ഗെയിം കളിക്കാൻ സാധിക്കില്ല. കാരണം ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ഫ്രീ ഫയറിൽ മെയിൻ്റെനൻസ് ബ്രേക്ക് സ്റ്റാർട്ട് ആവുകയാണ്. ഫ്രീ ഫയർ മാക്സ് കളിക്കാനായിട്ട് നമുക്ക് ഫ്രീ ഫയർ മാക്സ് അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതുമാത്രമല്ല, ഈ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫ്രീ ഫയർ മാക്സിൽ ഒരുപാട് കുറെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്, എന്തൊക്കെ പുതിയ ഐറ്റംസ് ആണ് ഗൈസ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നത്, നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കാം. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് വീഡിയോ ആണെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ മറക്കാതെ അമർത്തിയേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫ്രീ ഫയർ മാക്സ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക പുതിയൊരു ലോഡിംഗ് സ്ക്രീൻ ആയിരിക്കും. ഡബിൾ ട്രബിൾ ഈവന്റ് കഴിഞ്ഞിട്ട് ഗെയിമിലേക്ക് വരാൻ പോകുന്നത് ബൂയ ഈവന്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബൂയയുടെ ഒരു ലോഡിംഗ് സ്ക്രീൻ കാണാൻ സാധിക്കും. നമ്മൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലോഡിംഗ് സ്ക്രീൻ വന്നു. ദെൻ ഗൈസ് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക പുതിയൊരു ലോബി ആയിരിക്കും. ഇതാണ് ഡബിൾ ട്രബിൾ എന്ന ഈവന്റിന്റെ ലോബി ഇതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ടച്ച് സൂയ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല മാസമായിട്ടുള്ള ഒരു ലോബിയാണ്. ദെൻ ഫ്രണ്ട്സ് നമ്മൾ ഗെയിം അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലോഗിൻ റിവാർഡ് ലഭിക്കുന്നുണ്ട്. ഡയമണ്ട് റോൾ വൗച്ചർ, വെപ്പൺ റോൾ വൗച്ചർ തുടങ്ങിയ കുറച്ച് റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട്. നമ്മൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഫ്രീ റിവാർഡ്സ് ആണ് ഇതൊക്കെ. എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മുടെ ഗെയിം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കറിയാം എല്ലാ അപ്ഡേറ്റ് കഴിയുമ്പോഴും നമ്മുടെ ഗെയിമിനെ ഫ്രീ ഫയർ അപ്ഡേറ്റിലേക്ക് 3 ഐറ്റംസ് ഒക്കെ എപ്പോഴും ആഡ് ചെയ്യാറുണ്ട്. ന്യൂ ക്യാരക്ടർ, ന്യൂ പെറ്റ്, ന്യൂ വെപ്പൺ. ഇപ്രാവശ്യവും പുതിയ ക്യാരക്ടർ ആഡ് ആവുന്നുണ്ട്. ക്യാരക്ടറിന്റെ പേരാണ് തട്സൂയ. ഇതാണ് പുതിയ പെറ്റ്. ഇതിന്റെ എബിലിറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമേറ്റ് ഒക്കെ നോക്കാവുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമുക്ക് ലൈഫ് ആയിരിക്കും. നമ്മുടെ ടീമേറ്റ്സ് ഡെഡ് ആയാൽ നമുക്ക് ലഭിക്കുക HP ആയിരിക്കും. അതാണ് ഈ പെറ്റിന്റെ എബിലിറ്റി. അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ വെപ്പൺ വരുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന പുതിയ വെപ്പൺ. ട്രീറ്റ്മെന്റ് ലേസർ ഗണ്ണാണത്. ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ടീമേറ്റ്സിനെ ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് ലേസർ ഗൺ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഗൺസിലേക്ക് പുതിയൊരു ഗണ്ണും കൂടി ആഡ് ആവുകയാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മൾ CS റാങ്കിൽ ഗെയിം കളിക്കാൻ നേരത്ത് നമ്മൾ എനിമീസിനെ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ നോക്കാവും. എനിമീസ് നോക്കാവാറുണ്ട്. ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിമീസ് നോക്കാവില്ല. അവർ ഡയറക്റ്റ് ആയിട്ട് കില്ലാവുന്നതായിരിക്കും. അവർ ഡയറക്റ്റ് ആയിട്ട് ഡൈ ആവുന്നതായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് അവർ മരിച്ചു പോകും. നമുക്കിനി റിവൈവ് അടിക്കാൻ സാധിക്കില്ല നമ്മുടെ ടീമേറ്റ്സിനൊക്കെ. അതുമാത്രമല്ല CS റാങ്കിലാണെങ്കിൽ നമുക്ക് കുറച്ച് വെപ്പൺസ് ഒക്കെ നമുക്ക് ചിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. നല്ല ഫീച്ചറാണ്. നമ്മൾ BR മാച്ചിൽ ചിപ്പ് ഉപയോഗിച്ചിട്ട് ഗണ്ണൊക്കെ അപ്ഗ്രേഡ് ചെയ്യാറില്ല. അതുപോലെ നമുക്ക് CS റാങ്കിൽ നമുക്കിനി അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും പെർമനന്റ് ആയിട്ട് ഗൺ സ്കിൻ ലഭിക്കാൻ പോകുന്ന ഒരു കാര്യം വരുന്നുണ്ട്. ഒരു ഐറ്റംസ് വരുന്നുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഗണ്ണിന്റെ ക്രേറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഗണ്ണ് ലഭിക്കാറുണ്ട് കുറച്ച് ദിവസത്തേക്കൊക്കെ. നമ്മൾ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗണ്ണിന്റെ ക്രേറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്ക് ഗണ്ണിന്റെ സ്കിൻ ലഭിക്കും. ഗണ്ണിന്റെ സ്കിന് നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക കുറച്ച് ദിവസത്തേക്കായിരിക്കും. ആ ഒരു ദിവസങ്ങളെ പെർസെന്റേജിലേക്ക് മാറ്റുകയാണ് നമ്മുടെ ഫ്രീ ഫയർ. ആ ഒരു സ്കിന്നുള്ള ക്രേറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഗണ്ണിന്റെ ക്രേറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പെർസെന്റേജ് വർദ്ധിക്കുന്നതായിരിക്കും. അവസാനം നമുക്കൊരു 100% ആവുകയാണെങ്കിൽ ലഭിക്കാൻ പോകുന്നത് നമുക്ക് ആ ഒരു ഗണ്ണിന്റെ സ്കിൻ ലഭിക്കുക പെർമനന്റ് ആയിട്ടായിരിക്കും. ഇത് നല്ലൊരു കാര്യമല്ലേ ഫ്രണ്ട്സ്? നമ്മൾ ഒരുപാട് തവണ ക്രേറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് ഗണ്ണിന്റെ സ്കിൻ ലഭിക്കാത്ത കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു അടുത്ത മാറ്റമാണിത്. അപ്പോൾ നമുക്കിനി മുതൽ ഗണ്ണിന്റെ ക്രേറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിനി 100% ആക്കിയാൽ മാത്രം മതിയാവും. നമുക്ക് ലഭിക്കുന്നത് ആ ഗണ്ണിന്റെ സ്കിന് പെർമനന്റ് ആയിട്ടായിരിക്കും. ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ്? നമ്മളിവിടെ ഗണ്ണിന്റെ ക്രേറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് 100% ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചത് പെർമനന്റ് ആയിട്ട് ലഭിച്ചു. ഈ ഒരു അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ക്രേറ്റ്സ് ഓപ്പണിംഗ് പെർസെന്റേജ് കാണാൻ സാധിക്കും. നല്ലൊരു കാര്യം. നമുക്കിനി അപ്ഡേറ്റിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ഫ്രീ ഫയർ മാക്സിനെ നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഫ്രീ ഫയർ മാക്സിലാണെങ്കിൽ ഇപ്പോൾ മെയിൻ്റെനൻസ് ബ്രേക്ക് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ഫ്രീ ഫയർ മാക്സിന്റെ പുതിയ ഫയൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഫ്രീ ഫയർ മാക്സ് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേഷൻ കാണാൻ സാധിക്കും. നമ്മളെല്ലാവരും വളരെ വേഗത്തിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ദെൻ ഫ്രീ ഫയർ ഓപ്പൺ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്ക് മെയിൻ്റെനൻസ് ബ്രേക്ക് എന്ന് കാണിക്കും. ബട്ട് ഫ്രണ്ട്സ് വൈകുന്നേരം ഒരു 5 അല്ലെങ്കിൽ 6 ആകുമ്പോഴേക്കും നമ്മുടെ ഫ്രീ ഫയർ മാക്സ് നമുക്ക് എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും പ്ലേ സ്റ്റോറിൽ പുതിയ അപ്ഡേറ്റ് കണ്ടാൽ ഉടനെ തന്നെ പോയി അപ്ഡേറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂ പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നാളെയാണെങ്കിൽ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ ഗോൾഡ് റോയൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫീമെയിൽ ബണ്ടിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഈ ഒരു മെയിൻ്റെനൻസ് ബ്രേക്ക് കഴിയാനായിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ ഓപ്പൺ ചെയ്തിട്ട് നല്ല രീതിയിൽ കളിക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഇതിനേക്കാൾ മികച്ച ഒരു വീഡിയോ നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.